ഗസ വെടിനിർത്തൽ രണ്ടാം ഘട്ടവുമായി മുന്നോട്ടു പോകാൻ ഉറച്ചിരിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പുറത്തുവിട്ടു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഇന്ന് വെളുപ്പിന് ട്രംപും നെതന്യാഹുവും തമ്മിൽ ചർച്ച നടന്നു. 20 ഗാസ സമാധാന പദ്ധതിയുടെ തുടർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പിന്തുണ തേടിയിരിക്കുകയാണ്. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹ കൈമാറ്റവും ഹമാസിന്റെ നിരായുധീകരണത്തിനുള്ള വ്യക്തമായ പദ്ധതിയും വേണമെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നടപ്പിലായെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇസ്രായേൽ തയ്യാറാകൂ എന്നതാണ് ഇതിലൂടെ നെതന്യാഹു ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപ് 20 സമാധാന കരാർ പദ്ധതി ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അത് സംബന്ധിച്ച് അതിന്റെ ഹമാസിന്റെ നിരായുധീകരണം, ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങി 20 പദ്ധതികൾ ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിൽ ചില പദ്ധതികൾ നെതന്യാഹു അംഗീകരിക്കുകയും സമാധാന വെടിനിർത്തൽ കരാറിന് ഹമാസും ഇസ്രായേലും തയ്യാറാകുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു പ്രഖ്യാപനവും ഇതില്ലാതെ ഇസ്രായേൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ഗസയിലെ വീണ്ടും വെടിനിർത്തൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യം വീണ്ടും വെടിനിർത്തൽ കരാർ സാധ്യമാക്കാൻ, ബന്ദി കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീർച്ച വരുത്താൻ വേണ്ടി വീണ്ടും ട്രംപ് ഇടപെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ രണ്ടാം ഘട്ടത്തിലേക്കുള്ള വെടിനിർത്തൽ കരാറിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിലവിൽ ട്രംപ് നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US ചാമ്പ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ ഉപദേശകനും മരുമകനുമായ ജറാദ് കുഷ്നർ തുടങ്ങിയവർ ട്രംപിനൊപ്പം നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ സംബന്ധിച്ചു. അടുത്ത മാസം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്നാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന ഇസ്രായേൽ നിലപാടും ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന ഈ ചർച്ചയായി. ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം, വിലക്കുകളില്ലാതെ ഗസയിലേക്ക് സഹായം ഉറപ്പാക്കൽ എന്നീ വിഷയങ്ങളും ചർച്ചയായി. ഹമാസിന്റെ സായുധ വിഭാഗം വക്താവ് അബൂ ബൈദ, ഗസയിലെ നേതാവായിരുന്ന മുഹമ്മദ് സിൻവാർ എന്നിവർ ഈ വർഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. ഇരുവരും കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ വീഡിയോ സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹ്യ സിൻവാറിന്റെ ഇളയ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. ഇസ്മയിൽ ഹനിയയുടെ മരണത്തിനു ശേഷം യഹ്യ സിൻവാർ ഹമാസിന്റെ തലപ്പത്തെത്തുകയും അദ്ദേഹം കൊല്ലപ്പെട്ടതിനു ശേഷം വീണ്ടും മുഹമ്മദ് സിൻവാർ അധികാരമേൽക്കുകയും ചെയ്തു. ഇരുവരും കൊല്ലപ്പെട്ടതിനു ശേഷം പുതിയ മേധാവികളെ തെരഞ്ഞെടുത്തതായി ഹമാസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇരുവരും കൊല്ലപ്പെട്ടതായാണ് നിലവിൽ ആദ്യം ഇസ്രായേലാണ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലാണ് വിവരം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഹമാസും അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്ന ഗാസ നരനായാട്ടിന്റെ ഹമാസിന്റെ മാധ്യമ നയം ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് അബൂ ബൈദ. ആഗസ്റ്റ് 31 ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. മുഖംമൂടി ധരിച്ച പൊതുജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന അബൂ ബൈദയുടെ മുഖം മറയ്ക്കാത്ത ചിത്രവും പുറത്തുവന്നു. പലസ്തീനിലെ റെസിസ്റ്റന്റ് ന്യൂസ് നെറ്റ്വർക്കാണ് അദ്ദേഹത്തിന്റെ ചിത്രം പുറത്തുവിട്ടത്. റഫ മേധാവിയായിരുന്ന മുഹമ്മദ് ഷബാന ഉൾപ്പെടെ മറ്റു 2 മുതിർന്ന നേതാക്കളുടെ മരണവും ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസ് മിലിറ്ററി വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സാണ് വീഡിയോ പ്രസ്താവനയിലൂടെ വിവരങ്ങൾ പുറത്തുവിട്ടത്.